H1B വിസ ഫീസ് വർധന പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് ബാധകമെന്ന് US അഡ്മിനിസ്ട്രേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ട്. നിലവിലെ വിസ ഉടമകൾക്ക് നിരക്ക് വർധന ബാധകമല്ലെന്നും വിവരങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 9:30 മുമ്പ് തിരിച്ചെത്താൻ H1B വിസയുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ജീവനക്കാരോട് പല കമ്പനികളും നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ആവശ്യമില്ലെന്നും US ഉദ്യോഗസ്ഥൻ പറഞ്ഞതായാണ് വിവരം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇസ്സത്ത് സുൽഫിക്കറൊപ്പം ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ്. ആദ്യം ഇസ്സത്തിലേക്ക്. ഇസ്സത്ത്, വലിയ ആശങ്ക നാട്ടിൽ കഴിയുന്ന അമേരിക്കയിൽ ജോലിയുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. വേഗത്തിൽ ഇവരോടൊക്കെ തിരിച്ചെത്തണമെന്ന് അമേരിക്കയിലെ കമ്പനികൾ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് പുതിയ വിശദീകരണം US അഡ്മിനിസ്ട്രേഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ? നിലവിലുള്ള വിസക്കാർക്ക് പെർ ഇയർ ആനുവലി ഇത് പുതുക്കുന്ന സമയത്ത് പുതിയ വർധന ബാധകമാകില്ലേ? സൈഫു, പുതുതായി വിസ എടുക്കുന്നവർക്കാണ് ഇപ്പോൾ ഈ ഫീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നിലവിൽ ഉള്ളവർക്ക് ഇത് ബാധിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന് US വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് തന്നെ ഈ പ്രസ്താവന പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 90 ലക്ഷം രൂപയാണ് ഈ ഒരു പുതിയ വിസ എടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ചെലവാകുന്നത്. നേരത്തേക്കാളും 100 ഇരട്ടി വരുമാനമാണ് ഇപ്പോൾ ഈ പുതിയ വിസ എടുക്കുന്നതിന് വേണ്ടി വരുന്നത്. ആദ്യമേ ഇത് ടെക്കികൾക്കും അതുപോലെ തന്നെ വിദേശികൾക്കും വലിയ രീതിയിൽ ഒരു പേടിയാണ് സൃഷ്ടിച്ചിരുന്നത്. ആഗോളതലത്തിൽ ഇതിന് നല്ല രീതിയിൽ വിമർശനവും വന്നിരുന്നു. തീർത്തും അപക്വമായ ഒരു നിലപാട് എന്നാണ് ആഗോളതലത്തിൽ ഇതിനെ വിലയിരുത്തിയിരുന്നത്. അതിൽ നിന്നുമെല്ലാം തീർത്തും ആശ്വാസകരമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേഫ്, PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, ചെറിയൊരു ആശ്വാസം, പുതിയ വിസക്കാർക്ക് മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ എന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായ സ്ഥിരീകരണം വരണം. എങ്കിൽ കൂടിയും അതൊരു ആശ്വാസം തന്നെയാണ്. നിലവിൽ ലീവിന് നാട്ടിലുള്ള ഇന്ത്യക്കാരോടൊക്കെ വേഗത്തിൽ മടങ്ങണമെന്ന് കമ്പനിയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഇത് വേണ്ട എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോഴുള്ളത്. എങ്കിൽ കൂടിയും ഈ പുതിയ സാഹചര്യം, പുതിയ വിസക്കാർക്കും 88 ലക്ഷം 90 ലക്ഷത്തോളം മുടക്കേണ്ടി വരുമെന്നത് വലിയ ഇരുട്ടടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തെല്ലാം ഇടപെടലുകൾ നടത്താൻ കഴിയും, എന്തെല്ലാം നടത്തുന്നുണ്ട്, ഇന്ത്യ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്നത്? സൈഫുദ്ദീൻ, ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അല്പം ആശ്വാസം നൽകുന്നതാണെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ട്രംപിന്റെ നടപടിയെ അത് സൂക്ഷ്മമായി തന്നെയാണ് ഇന്ത്യ നിരീക്ഷിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങളിൽ ചില വിശദീകരണങ്ങളും അതുപോലെ തന്നെ ആശങ്കയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചിരുന്നു. ഇതൊരു മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനൊരു സാഹചര്യമുണ്ട് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറടക്കം വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടിയാലോചനകൾ നടക്കണമെന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ വക്താവ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പുതിയതായി വിസ എടുക്കുന്നവർക്കാണ് ഇത്തരം ഒരു ചാർജ് നൽകേണ്ടത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നു. കാരണം നിരവധി ഇന്ത്യക്കാരാണ് ഇപ്പോൾ അവധി ആഘോഷിക്കാൻ അടക്കം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അവർ പെട്ടെന്ന് തന്നെ US മടങ്ങാനുള്ള നടപടികളടക്കം ഇന്നലെ ആരംഭിച്ചിരുന്നു. അപ്പോൾ വലിയ രീതിയിൽ ആശങ്ക, കാരണം വിമാന കമ്പനികളടക്കം ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് US നേരിട്ടുള്ള വിമാന ടിക്കറ്റുകൾക്കടക്കം വലിയ രീതിയിലുള്ള നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. അത് US ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. എന്തായാലും ഇന്നലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യമായ സഹായങ്ങളെല്ലാം ഇവർക്ക് നൽകുമെന്നും ഇവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും സജ്ജീകരിക്കണമെന്നും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്തായാലും അമേരിക്കയുടെ നടപടി അത് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. കൃത്യമായ ഈ വിഷയത്തിൽ ഒരു പഠനം നടത്തി വരുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ത്യക്കാർ, കാരണം കൂടുതൽ 71% H1B വിസ ഉടമസ്ഥർ ഇന്ത്യക്കാരാണ്. അവരുടെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാന ആവശ്യമെന്ന് പറയുന്നത്. ഇനിയും നിരവധി ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് ജോലി തേടി പോകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതിനു വേണ്ടിയുള്ള പരിശീലനവും അതുവേണ്ടിയുള്ള ശ്രമങ്ങളും തുടരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഇപ്പോഴുള്ള നിലപാടെന്ന് പറയുന്നത്. ഏകദേശം 100 ഇരട്ടി, കാരണം നിലവിൽ 6 ലക്ഷം രൂപ വരെയാണ് H1B വിസയ്ക്ക് ഒരു ഫീസ് ഈടാക്കിക്കൊണ്ടിരുന്നത്. 88 ലക്ഷം രൂപയായി ട്രംപ് ഭരണകൂടം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇനിയൊരു ജോലി തേടുന്നവർക്ക് അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നു. നിലവിലുള്ള ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ആശ്വാസം നൽകുകയാണെങ്കിലും ഇക്കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകളും അതുപോലെ തന്നെ പഠനവും ആവശ്യമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. സൈഫുദ്ദീൻ, ശരി, ഇസ്സത്ത് തുടരുന്നുണ്ട്. ഇസ്സത്തെ ഇപ്പോൾ നിലവിലുള്ള വിസക്കാരെ ബാധിക്കില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ചും അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ H1B വിസയിൽ ജോലി ചെയ്യുന്നവരിൽ 70% ഇന്ത്യക്കാരാണ്. അവരൊക്കെ ഈ ആനുവലി ഇത് പുതുക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കേണ്ടി വരുന്നു എന്നത് അവർക്കൊരു വലിയ ആഘാതമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. അതിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരാശ്വാസം എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും
ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഈ പുതിയ വിസകളുടെ കാര്യത്തിൽ, പുതിയ വിസയ്ക്ക് ഇത്രയും തുക മുടക്കേണ്ട കാര്യത്തിലും എന്തെങ്കിലും അറിയിപ്പുകൾ, അതായത് അത് അടക്കേണ്ട സമയത്ത് മറ്റെന്തെങ്കിലും അധിക ഫീസുകൾ വരുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ കൂടി അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് ഇപ്പോൾ നൽകുന്നുണ്ടോ? 9 മണിക്ക് വൈറ്റ് ഹൗസിൽ വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് പ്രധാനമായിട്ടും ടെക്കികളെ, അതുപോലെ ഈ പുറത്തു നിന്നുള്ള ടെക്കികളുടെ വരവ് കുറയ്ക്കാനാണ് ഈ ഒരു നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ കൂട്ടാനും അതുപോലെ തന്നെ അമേരിക്കയിലെ ടെക്കികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമാണ് ഇപ്പോൾ ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ 90 ലക്ഷം രൂപ അല്ലെങ്കിൽ ഈ 100 ഇരട്ടി കാശ് ഇതിന് ഫീസ് ഈടാക്കുമ്പോൾ പ്രധാനമായിട്ടും പുതിയ വിസക്കാരെ ഇത് ബാധിക്കും. ഇപ്പോൾ അമേരിക്കയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ജോലി നോക്കി പോകുന്ന ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളെയും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വദേശി ഇന്ത്യക്കാരെയും ഇത് നല്ല രീതിയിൽ ബാധിക്കും. എന്നാൽ ഒരു ചെറിയ ആശ്വാസം എന്ന് മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കൂ.